ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ നാലാമത്തെ പാഠത്തിൻ്റെ പേരാണ് സമ്മാനപ്പൊതി. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ? ഫിസിനും ഫിസയും മാമനെ കാത്തിരിക്കുകയാണ്. അതാ മാമനെത്തി, സമ്മാനപ്പൊതി കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഫിസിനും ഫിസയും മാമൻ വരുന്നത് കാത്തിരിക്കുകയാണ്. മാമൻ്റെ കയ്യിൽ കണ്ടില്ലേ, ഒരു സമ്മാനപ്പൊതിയുണ്ട്. പൊതിയിൽ എന്തായിരിക്കും? സമ്പാദ്യപ്പെട്ടി. ഹായ്, കുഞ്ഞു വീട് പോലൊരു പെട്ടി. ഫിസിനും ഫിസയ്ക്കും എന്താണ് കിട്ടിയത്? ഒരു സമ്പാദ്യപ്പെട്ടിയാണ് കിട്ടിയത്. വീട് പോലെയുണ്ട്. അപ്പോൾ ഫിസ പറയാണ്, പൈസ എല്ലാം ഇതിലിട്ട് വെക്കാം. കണ്ടില്ലേ? നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ സമ്പാദ്യപ്പെട്ടി? പലർക്കും ഉണ്ട് അല്ലേ? പല രൂപത്തിലുള്ള സമ്പാദ്യപ്പെട്ടികൾ ഉണ്ടായിരിക്കും. ഏതൊക്കെ നോട്ടുകൾ? ഞങ്ങളുടെ കയ്യിൽ 5, 10, 50 രൂപ നോട്ടുകൾ ഉണ്ട്. ഫിസിൻ പറയാണ്, വേറെ ഏതൊക്കെ നോട്ടുകൾ ഉണ്ട്? ഫിസ പറയുന്നതാണ്. കണ്ടോ, മാമനും മക്കളും കൂടി ഇരുന്ന് നോട്ടുകളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. രണ്ടുപേരും നാണയങ്ങളും നോട്ടുകളും എണ്ണിവെച്ചു. കണ്ടില്ലേ? ഫിസിൻ്റെ കയ്യിലുള്ളതാണ് 5 രൂപയുടെ നാണയമുണ്ട്, 10 രൂപയുടേതുണ്ട്, 1 രൂപയുടേതുണ്ട്, 2 രൂപയുടേതുണ്ട്. അതുപോലെ തന്നെ നോട്ടുകളുള്ളത് ഏതൊക്കെയാണ്? 10ഉം 5ഉം. പിന്നെ ഫിസയുടെ കയ്യിലുള്ളത് 2 5 രൂപയുടെ നാണയങ്ങളും 2 1 രൂപയുടെ നാണയങ്ങളും പിന്നെ ഒരു 50 രൂപയുടെ നോട്ടുമാണ് ഉള്ളത്. അപ്പോൾ ആകെ എത്ര രൂപയായിരിക്കും? ഒന്ന് കൗണ്ട് ചെയ്യൂ. അപ്പോൾ ഫിസിൻ്റേത് നോക്കാം. 10ഉം 10ഉം, ഒരു നോട്ടും ഒരു കോയിനും, 10ഉം 10ഉം 20ആയി അല്ലേ? അതുപോലെ തന്നെ ഒരു 5 രൂപയുടെ കോയിനും ഒരു 5 രൂപയുടെ നോട്ടും ഉണ്ട്. അപ്പോൾ 20ഉം 5ഉം 25, 25ഉം 5ഉം 30. അതുകൂടാതെ 2ഉം 1ഉം കോയിൻസും ഉണ്ട് അല്ലേ? അപ്പോൾ 30 കൂട്ടണം 2 കൂട്ടണം 1, 33 രൂപയാണ് ഫിസിൻ്റെ കയ്യിലുള്ളത്. ഇനി ഫിസയുടെ കയ്യിലോ? 50 രൂപയുടെ ഒരു നോട്ടുമുണ്ട്, പിന്നെ 2 5 രൂപയുണ്ട്. അപ്പോൾ 5ഉം 5ഉം 10. 50 കൂട്ടണം 5 55, കൂട്ടണം 5 60, 60 കൂട്ടണം 1 61, കൂട്ടണം 1 62 രൂപയാണ് ഫിസയുടെ കയ്യിലുള്ളത്. ഏതൊക്കെ നോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എഴുതൂ. 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ. എത്ര രൂപ? ഓരോ കൂട്ടത്തിലും എത്ര രൂപയെന്ന് കണക്കാക്കി വരച്ചു ചേർക്കൂ. ആദ്യത്തേത് 10ഉം 10ഉം, അപ്പോൾ 20 ആണ് അല്ലേ? അപ്പോൾ 20ന് നേരെ വരയ്ക്കണം. അടുത്തത് 5 10 രൂപ നോട്ടുകളാണ്. അപ്പോൾ എത്രയായിരിക്കും? 5 10കൾ ചേർന്നാൽ 50. അടുത്തതോ 10 10 രൂപയാണ്. അപ്പോൾ 100. പിന്നെ 3 10, അപ്പോൾ 30, 4 10 40. അപ്പോൾ ഇതൊക്കെ ഓരോ സംഖ്യയും അതിന് നേരെ വരച്ചു ചേർക്കണം. പണമെടുക്കാം. ഫിസയും ഫിസിനും മാമനോടൊപ്പം പട്ടണത്തിലേക്ക് പോയി. ATMൽ നിന്ന് പണമെടുത്തു. നമ്മൾ ക്യാഷൊക്കെ എടുക്കുന്നതാണ് ATM അല്ലേ? ATMൽ നിന്ന് കിട്ടിയ നോട്ടുകൾ നോക്കൂ. 100ൻ്റെ എത്രയുണ്ട്? 1 2 3 4 5 100 രൂപ നോട്ടുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ എത്ര 200 രൂപ നോട്ടുകളുണ്ട്? 3 എണ്ണം. ചില്ലറയാക്കാം. അവർ ഓട്ടോയിൽ കയറി ചന്തയിലെത്തി. 100 രൂപയ്ക്ക് ചില്ലറയുണ്ടോ? അപ്പോൾ ചില്ലറ കിട്ടിയത് എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 9 10 10 രൂപ നോട്ടുകളാണ് ചില്ലറയായിട്ട് കിട്ടിയത്. ഒരു 100 രൂപ കൊടുത്തപ്പോൾ അവർക്ക് 10 രൂപ നോട്ടുകൾ ചില്ലറയായി കിട്ടി. എല്ലാം 20 ആയാലോ? 10 രൂപയായപ്പോഴാണ് 10 എണ്ണം കിട്ടിയത്. അപ്പോൾ 20 ആണെങ്കിലോ? 20 40 60 80 100 5 20 രൂപ നോട്ടുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എല്ലാം 5 രൂപയായാലോ? 10 ആവുമ്പോൾ എത്ര എണ്ണം കിട്ടി? 10 എണ്ണം കിട്ടി. അപ്പോൾ 10ൻ്റെ പകുതിയാണ് 5 അല്ലേ? അപ്പോൾ 5 രൂപയാണെങ്കിൽ 20 നോട്ടുകൾ അവർക്ക് കിട്ടും.
എങ്ങനെയാണ്? 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, 80, 85, 90, 95, 100. 20 ആവും. വമ്പിച്ച വിലക്കുറവ്. മാമൻ കുട്ടികളെയും കൂട്ടി കളിപ്പാട്ടക്കടയിൽ എത്തി. പകുതി വില മാത്രം. എല്ലാ സാധനങ്ങൾക്കും പകുതി വില മാത്രമാണ് ഉള്ളത്. ഇത് രൂപയെ സൂചിപ്പിക്കുന്നു. ആ ചിഹ്നമാണ് രൂപയെ സൂചിപ്പിക്കുന്നത്. ഫിസിൻ 40 രൂപ വിലയുള്ള പാവ വാങ്ങി. എത്ര രൂപ കൊടുക്കണം? 40 രൂപ വിലയുള്ള ഒരു പാവയാണ് ഫിസിൻ വാങ്ങിയത്. എല്ലാത്തിനും പകുതി വില മാത്രം എന്ന് പറഞ്ഞു. അപ്പൊ 40ന്റെ പകുതി എത്രയായിരിക്കും? 20 അല്ലേ? മറ്റുള്ളവയുടെ വില നോക്കൂ. എത്ര രൂപ കൊടുക്കണം? 10 രൂപയുള്ള ഒരു സാധനത്തിന്റെ പകുതി വില എന്ന് പറയുന്നത് 5 രൂപയാണ്. 20 രൂപയുള്ളതിന് 10 രൂപ കൊടുത്താൽ മതി. 100 രൂപയുള്ളതിനോ 50 രൂപ കൊടുത്താൽ മതി. 50 രൂപയുള്ളതിന് 25 രൂപ കൊടുത്താൽ മതി. 40 രൂപയുള്ളതിന് 20 രൂപ കൊടുത്താൽ മതി. ഫിസ പറയാണ് 5 രൂപയുടെ ഇരട്ടി 10 രൂപ. 5ഉം 5ഉം ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കൂടുതലുള്ളത്, അതാണ് 10 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഫിസിൻ പറയാണ്, അതല്ലേ പറഞ്ഞത് 10ന്റെ പകുതിയാണ് 5 എന്ന്. ഇരട്ടി എന്നാൽ ഒരു സംഖ്യയോട് ആ സംഖ്യ തന്നെ കൂട്ടുന്നത്. എന്നാൽ പകുതി എന്ന് പറഞ്ഞാലോ ആ സംഖ്യയെ പകുതിയാക്കുന്നത്, 2 ഭാഗങ്ങളാക്കുന്നതാണ്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ കിട്ടി. കളിപ്പാട്ടങ്ങളുടെ വില. രണ്ടുപേരും വാങ്ങിയ കളിപ്പാട്ടങ്ങൾ കണ്ടില്ലേ? ഫിസിൻ വാങ്ങിയത് എന്തൊക്കെയാണ്? ഒരു കരടി വാങ്ങി, അതുപോലെ തന്നെ ഒരു വിമാനം, ഒരു ബോള്, ഇതൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ കരടിയുടെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. അതിന്റെ പകുതി കൊടുത്താൽ മതി, അപ്പോൾ 25. വിമാനത്തിനോ 50 രൂപ. 100 രൂപയാണ്, അതിന്റെ പകുതി 50 രൂപ. അതുപോലെ തന്നെ ബോളിന് 10 രൂപയാണ്, പക്ഷെ 5 രൂപ കൊടുത്താൽ മതി, പകുതി കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 25 കൂട്ടണം 50 കൂട്ടണം 5, 80 രൂപയുടെ സാധനങ്ങളാണ് ഫിസിൻ വാങ്ങിയത്. എന്നാൽ ഫിസ വാങ്ങിയതോ ഒരു താറാവ് വാങ്ങിച്ചിട്ടുണ്ട്. 20 രൂപയാണ്, പക്ഷെ അതിന് 10 രൂപ കൊടുത്താൽ മതി, പകുതി വില അല്ലേ? മുയലിനോ 20 രൂപയാണ്. വിമാനത്തിന് 50 രൂപ കൊടുത്താൽ മതി. പന്തിന് 5 രൂപ കൊടുത്താൽ മതി, എല്ലാം പകുതി വില അല്ലേ? അപ്പോൾ 85 രൂപയുടെ സാധനങ്ങളാണ് ഫിസ വാങ്ങിയത്. ആരാണ് കൂടുതൽ രൂപയ്ക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിയത്? ഫിസയാണ് അല്ലേ? 85 രൂപയ്ക്കാണ് ഫിസ വാങ്ങിയത്. 70 രൂപയ്ക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങാം? 70 രൂപയ്ക്ക് ഒരു വിമാനം വാങ്ങാം, അതുപോലെ തന്നെ ഒരു മുയൽ വാങ്ങാം. അപ്പോൾ 70 രൂപയായി അല്ലേ? അല്ലെങ്കിലോ ഒരു വിമാനം വാങ്ങാം, ഒരു താറാവ് വാങ്ങാം, അതുപോലെ തന്നെ 2 പന്തും വാങ്ങാം. ഇനി മറ്റെന്തെങ്കിലും വാങ്ങാൻ കഴിയുമോ? നിങ്ങൾ നോക്കൂ. പണക്കണക്ക്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫിസിനും ഫിസയും സമ്പാദ്യപ്പെട്ടി തുറന്നു. എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കി. അപ്പൊ രണ്ടുപേരും ഒരു മാസം കഴിഞ്ഞപ്പോൾ സമ്പാദ്യപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ്. 20 1 രൂപ നാണയങ്ങൾ കൂട്ടിയാൽ 20 രൂപയായി. എങ്ങനെയാണ്? ഓരോ രൂപയാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അങ്ങനെ 20 1 രൂപയുടെ നാണയങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്ര രൂപയായി? 20 രൂപയായി. 100 1 രൂപ നാണയങ്ങൾ കൂട്ടിയാൽ എത്ര രൂപയാകും? അങ്ങനെയാണെങ്കിൽ 100 1 രൂപകൾ കൂട്ടിയാൽ എത്രയാകും? 100 രൂപയാകും. 200 രൂപയാകാൻ എത്ര 1 രൂപ വേണം? 200 1 രൂപ വേണം. ഇപ്പോൾ 1 രൂപ 50 രൂപയാകാൻ എത്ര വേണം? 50 എണ്ണം വേണം. 100 ആവാനോ? 100 എണ്ണം വേണം. 50 രൂപയാകാൻ എത്ര 10 രൂപ വേണം? 50 രൂപയാകാൻ 10 20 30 40 50 5 എണ്ണം വേണം. ഇനി 100 രൂപയാകാൻ എത്ര 10 രൂപ വേണം? 10 20 30 40 50 60 70 80 90 100 10 എണ്ണം വേണം. 10 രൂപ ചേർന്നാലാണ് 100 രൂപയാവുക. 200 രൂപയാകാനോ എത്ര 10 രൂപ വേണം? 20 എണ്ണം വേണം. കാരണം 100 എണ്ണമാകാൻ 10 എണ്ണം വേണം. 100ന്റെ ഇരട്ടിയല്ലേ 200. അപ്പോൾ 10ഉം 10ഉം 20 10 രൂപ നോട്ടുകൾ ചേർന്നാലാണ് 200 രൂപയാവുക. ചില്ലറയാക്കാം.
എത്ര രൂപയൊക്കെയാണ് തന്നിരിക്കുന്നത്? 10ൻ്റെ ഉണ്ട്, 20 ഉണ്ട്, 5 ഉണ്ട്, 50 ഉണ്ട്. ഷോബിൻ 100 രൂപ ചില്ലറയാക്കിയപ്പോൾ ഈ നോട്ടുകൾ എല്ലാം കിട്ടിയിരുന്നു. ഓരോ നോട്ടും എത്ര എണ്ണം വീതമാകാം? അപ്പോൾ 100 രൂപ ഷോബിൻ ചില്ലറയാക്കി. അപ്പോൾ ഏതൊക്കെ നോട്ടാണ് കിട്ടിയത്? 5, 10, 20, 50. അപ്പോൾ എത്ര വീതം കിട്ടിയിട്ടുണ്ടാകും? 5 രൂപ 2 എണ്ണം കിട്ടിയിരിക്കും. അപ്പോൾ 10 അല്ലേ? 5ഉം 5ഉം 10. ഇനി 10 രൂപയോ? 2 എണ്ണം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ 20 രൂപ. അതുപോലെ തന്നെ 20 രൂപയുടെ ഒരു നോട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ 20 രൂപയാകും. പിന്നെ 50 രൂപയുടെ ഒരു നോട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ 50. മൊത്തം 10 കൂട്ടണം 20 കൂട്ടണം 20 കൂട്ടണം 50, 100 രൂപയായി. സമ്പാദ്യം. ഫിസ 1 രൂപ നാണയം 10, 5 രൂപ നാണയം 3, 10 രൂപ നോട്ട് 2, 50 രൂപ നോട്ട് 1. ഇത്രയൊക്കെയാണ് അവരുടെ സമ്പാദ്യ പെട്ടിയിലുള്ളത്. അപ്പോൾ എത്ര രൂപ വീതമുണ്ട് എന്ന് നോക്കാം. 1 രൂപയുടെ 10 നാണയം ഉണ്ടെങ്കിൽ 10 രൂപ അല്ലേ? അതുപോലെ തന്നെ 5 രൂപ നാണയം 3 എണ്ണം ഉണ്ട്. അപ്പോൾ 5, 10, 15, 15 രൂപ. 10 രൂപയുടെ 2 നോട്ടാണുള്ളത്. 10ഉം 10ഉം 20. ഇനി 50 രൂപയുടെ ഒരു നോട്ടാണുള്ളത്. അപ്പോൾ 50. അപ്പോൾ ആകെ എത്രയാണ് കിട്ടിയത്? 10 കൂട്ടണം 15 കൂട്ടണം 20 കൂട്ടണം 50, 95 രൂപയാണ് ഫിസയ്ക്ക് കിട്ടിയത്. ഇനി ഫിസിൻ്റെ കയ്യിൽ 5 രൂപ നോട്ട് 1. അപ്പോൾ 5 രൂപ തന്നെ. 5 രൂപ നാണയം 4 എണ്ണം. അപ്പോൾ 5, 10, 15, 20. 10 രൂപ നോട്ടുകൾ 5 എണ്ണം. അപ്പോൾ 10, 20, 30, 40, 50 രൂപ. ആകെ 75 രൂപയാണ് ഫിസിനുള്ളത്. ആരുടെ സമ്പാദ്യപ്പെട്ടിയിലാണ് കൂടുതൽ തുക? ഫിസയുടേതാണ് അല്ലേ? 95 രൂപ. എത്ര രൂപ കൂടുതലുണ്ട്? ഫിസിൻ്റെ കയ്യിൽ 75ഉം ഫിസയുടെ കയ്യിൽ 95ഉമാണ് ഉള്ളത്. അപ്പോൾ 95 കുറയ്ക്കണം 75, 20 രൂപയാണ് കൂടുതലുള്ളത്. പത്രവാർത്ത. ചികിത്സാ സഹായം തേടുന്നു. ചെറുവന്നൂർ. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു. അപ്പോൾ അസുഖമുള്ള ഒരു യുവതി ചികിത്സാ സഹായം തേടുന്നത് പത്രവാർത്ത കണ്ടു. സമ്പാദ്യപ്പെട്ടിയിലെ തുക ഇവർക്ക് കൊടുത്താലോ? തീർച്ചയായും. അപ്പോൾ രണ്ടുപേരും അവരുടെ സമ്പാദ്യപ്പെട്ടിയിലെ തുക ചികിത്സാ സഹായമായി കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫിസിനും ഫിസയും അവരുടെ കയ്യിലുള്ള 10 രൂപ നോട്ടുകളും 5 രൂപ നോട്ടുകളും ചികിത്സാ സഹായത്തിന് കൊടുത്തു. അപ്പോൾ 10 രൂപ നോട്ടുകളും 5 രൂപ നോട്ടുകളുമാണ് അവർ ചികിത്സാ സഹായത്തിന് കൊടുത്തത്. എത്ര രൂപയാണ് കൊടുത്തത്? അപ്പം അതൊന്ന് നോക്കിയാലോ. അവരുടെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും അവർ കൊടുത്തിട്ടില്ല. പകരം 10 രൂപയുടെയും 5 രൂപയുടെയും നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഫിസയുടെ കയ്യിൽ ആകെ 2 10 രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 20 രൂപയായി. ഫിസിൻ്റെ കയ്യിൽ ഒരു 5 രൂപയുടെ നോട്ടും അതുപോലെ തന്നെ 10 രൂപയുടെ 5 നോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ 5 രൂപയുടെ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ 5, 10 രൂപയുടെ 5 എണ്ണം എന്ന് പറയുമ്പോൾ 50. അപ്പോൾ ഫിസ കൊടുത്തത് 20, ഫിസിൻ കൊടുത്തത് 55. രണ്ടുപേരും കൂടി കൊടുത്തത് 20 കൂട്ടണം 55, 75 രൂപയാണ് രണ്ടുപേരും കൊടുത്തത്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. സമ്മാനപ്പൊതി എന്ന യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് നോക്കാം. വർക്ക്ഷീറ്റ് 28. 100 രൂപയെ എങ്ങനെയൊക്കെ മാറ്റാം എന്നാണ് നോക്കുന്നത്. 2 50 രൂപ. 2 50 രൂപ കൂട്ടിയാൽ നമുക്ക് 100 രൂപ കിട്ടും അല്ലേ? അതുകൂടാതെ ഒരു 50 രൂപ, 2 20 രൂപ, ഒരു 10 രൂപ. അപ്പോഴും എത്രയാണ്? 50ഉം 20ഉം 70, 70ഉം 20ഉം 90, 90ഉം 10ഉം 100. പിന്നെ 10 രൂപ വെച്ച് 10 എണ്ണം. 10 രൂപയുടെ 10 നോട്ടുകൾ. അപ്പോൾ നമുക്ക് 100 രൂപ കിട്ടും. അതുകൂടാതെ 20 രൂപ 5 എണ്ണം. 20, 40, 60, 80, 100. പിന്നെ 5 രൂപയുടെ 20 നോട്ടുകൾ. അപ്പോഴും നമുക്ക് 100 രൂപ കിട്ടും. കൂടാതെ 1 രൂപ 100 എണ്ണം.
അപ്പോൾ എത്രയാണ്? 100 രൂപ കിട്ടും. വർക്ക്ഷീറ്റ് 29. നോട്ടുകൾ എത്ര? 100 രൂപയാണ് അല്ലേ? എനിക്ക് ഒരുപോലുള്ള 2 നോട്ടുകൾ കിട്ടി എന്നാണ് കുട്ടി പറയുന്നത്. ഒരുപോലുള്ള 2 നോട്ടുകൾ എന്ന് പറയുന്നത് 50 + 50. 2 50 കൂട്ടിയാൽ നമുക്ക് 100 കിട്ടും. എനിക്ക് ഒരുപോലുള്ള 5 നോട്ടുകൾ കിട്ടി എന്നാണ് മറ്റൊരു കുട്ടി പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 20ന്റെ 5 നോട്ടുകൾ. 20, 40, 60, 80, 100. അടുത്ത ആൾ പറയുന്നത് നോക്കൂ, എനിക്ക് 6 നോട്ടുകൾ കിട്ടി. മറ്റൊരു കുട്ടി പറയുന്നത് എനിക്ക് ഒരു 50ന്റെ നോട്ടും മറ്റ് 4 നോട്ടുകളും കിട്ടി. അപ്പോൾ ആദ്യത്തെ കുട്ടി എന്താണ് പറഞ്ഞത്? എനിക്ക് 6 നോട്ടുകൾ കിട്ടി എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഏതൊക്കെയായിരിക്കും? 20ന്റെ 4 എണ്ണം, അതുപോലെ തന്നെ 10ന്റെ 2 എണ്ണം. അപ്പോൾ 6 നോട്ടുകളായി അല്ലേ? അതൊന്ന് കൂട്ടി നോക്കൂ. 20, 40, 60, 80, 90, 100. കറക്റ്റാണ് അല്ലേ? അടുത്ത ആളെന്താണ് പറഞ്ഞത്? എനിക്ക് ഒരു 50ന്റെ നോട്ടും മറ്റ് 4 നോട്ടുകളും കിട്ടിയെന്നാണ്. അപ്പോൾ 50ന്റെ 1, 20ന്റെ 1, 10ന്റെ 3 എണ്ണം. അപ്പോൾ 50 കഴിഞ്ഞാൽ 4 നോട്ടുകൾ വേറെ കിട്ടി അല്ലേ? 50 കൂട്ടണം 20, 70, 70 കൂട്ടണം 10, 80, 80 കൂട്ടണം 10, 90, 90 കൂട്ടണം 10, 100. അടുത്ത ആൾ പറയുന്നത് നോക്കൂ, എനിക്ക് 7 നോട്ടുകൾ കിട്ടി, അതുപോലെ തന്നെ എനിക്ക് 10 നോട്ടുകൾ കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നോട്ടുകളായിരിക്കും? ആദ്യത്തെ ആൾക്ക് 7 നോട്ടുകളാണ് കിട്ടിയത്. ഏതൊക്കെയാണ്? 20ന്റെ 3 എണ്ണം, 10ന്റെ 4 എണ്ണം. അപ്പോൾ 7 നോട്ടുകളായി അല്ലേ? 20, 40, 60, 70, 80, 90, 100. പിന്നെ പറഞ്ഞത് എന്താണ്? എനിക്ക് 10 നോട്ടുകൾ കിട്ടിയെന്നാണ് അല്ലേ? 10 രൂപയുടെ 10 നോട്ടുകൾ കിട്ടിയാൽ എത്രയാകും? 100 രൂപയാകും. എൻ്റെ കയ്യിൽ 2 നോട്ടുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരിക്കും? 50ന്റെ 2 നോട്ടുകൾ അല്ലേ? ഞങ്ങൾക്കും കിട്ടി കുറേ നോട്ടുകൾ. അത് പറയുന്നത് 2 കുട്ടികളാണ്. അപ്പോൾ ഏതൊക്കെ നോട്ടുകളായിരിക്കും? കുറേ നോട്ടുകൾ കിട്ടണമെങ്കിൽ 1 രൂപയുടെ 100 എണ്ണം കിട്ടിയിട്ടുണ്ടാകും അവർക്ക് അല്ലേ? അതാണ് ഒരുപാട് നോട്ടുകൾ കിട്ടിയെന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം? ആപ്പിളിന് 50, അതുപോലെ തന്നെ മുന്തിരി 20, പേന 10. കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? 50 കൂട്ടണം 20, 70, 70 കൂട്ടണം 10, 80 രൂപയാണ് എല്ലാ സാധനങ്ങൾക്കുമുള്ള വില. ഇനി 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ബാക്കി എത്ര രൂപ കിട്ടും? 100 കുറയ്ക്കണം 80. 100ൽ നിന്ന് 80 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 20 രൂപയാണ് കിട്ടുന്നത്. വർക്ക്ഷീറ്റ് 31. ഷോബിൻ 100 രൂപ ചില്ലറ മാറ്റിയപ്പോൾ ഈ നോട്ടുകളെല്ലാം കിട്ടിയിരുന്നു. ഓരോ നോട്ടും എത്ര എണ്ണം വീതമാകും? 100 രൂപ മാറ്റി. അപ്പോൾ 50ന്റെ കിട്ടിയിട്ടുണ്ട്, 20 കിട്ടിയിട്ടുണ്ട്, 10 കിട്ടിയിട്ടുണ്ട്, 5 കിട്ടിയിട്ടുണ്ട്. എത്ര വീതമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. 50ന്റെ ഒരെണ്ണം, 20ന്റെ ഒരെണ്ണം, 10ന്റെ 2 എണ്ണം, 5ന്റെ 2 എണ്ണം. അപ്പോൾ കൂട്ടി നോക്കൂ. 50ന്റെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 50, 20ന്റെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 20, 10ന്റെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ 10 കൂട്ടണം 10, 20. 5ന്റെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ 5 കൂട്ടണം 5, 10. 50 കൂട്ടണം 20, 70, 70 കൂട്ടണം 20, 90, 90 കൂട്ടണം 10, 100. ഇനി ചങ്ങാതി കണക്കാക്കിയത് നോക്കൂ. 50ന്റെ ഒരെണ്ണം, 20ന്റെ ഒരെണ്ണം, 10ന്റെ ഒരെണ്ണം, 5ന്റെ 4 എണ്ണം. 50ന്റെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 50, 20ന്റെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 20, 10ന്റെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 10, അതുപോലെ തന്നെ 5ന്റെ 4 എണ്ണം എന്ന് പറഞ്ഞാൽ 20 രൂപയാകും. 5, 10, 15, 20. ഇനി ഒന്ന് കൂട്ടി നോക്കൂ. 50 കൂട്ടണം 20, 70, 70 കൂട്ടണം 10, 80, 80 കൂട്ടണം 20, 100. ഏതൊക്കെ തുകകൾ? 1, 2, 5, 10 എന്നീ നാണയങ്ങൾ ഓരോന്നും വീതമുണ്ട്. അവ ഉപയോഗിച്ച് ഏതൊക്കെ തുകകൾ കൊടുക്കാം? ഏതൊക്കെ കൊടുക്കാം? 1, 2, 5, 10 അത് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 1ഉം 2ഉം കൂട്ടിയാൽ നമുക്ക് 3 കിട്ടും ഇല്ലേ? അതുപോലെ തന്നെ 1ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് 6 രൂപയായി കൊടുക്കാം. അതുപോലെ തന്നെ 2ഉം 5ഉം കൂട്ടിയാൽ 7 രൂപയാക്കാം. പിന്നെയോ
10ഉം 2ഉം കൂട്ടിയാൽ 12 രൂപ കൊടുക്കാം. 10ഉം 1ഉം കൂട്ടിയാൽ 11 രൂപ കൊടുക്കാം. 10ഉം 5ഉം കൂട്ടിയാൽ 15 രൂപ കൊടുക്കാം. പിന്നെ 1ഉം 2ഉം 5ഉം 10ഉം കൂട്ടിയാൽ 18 രൂപ കൊടുക്കാം. ഇനിയും തുകകൾ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 100 രൂപ ഇവ ഓരോന്ന് വീതമുണ്ട്. 100ന് മുകളിൽ ഏതൊക്കെ തുകകൾ കൊടുക്കാം? അപ്പോൾ 100ന് മുകളിലാണ് കൊടുക്കാൻ കഴിയുന്നത് 101, 102, 105, 110, 103, 108, 118, 111, 112, 113, 117, 106, 107, 115 ഇങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. കൂടുതൽ സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എഴുതുക. ഫിസിന്റെയും ഫിസയുടെയും സമ്പാദ്യ കുടുക്കയിൽ 85 രൂപയുണ്ട്. ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും എത്ര വീതം ഉണ്ടാകാം? 85 രൂപയാണുള്ളത്. എങ്ങനെയൊക്കെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും? ഏതൊക്കെ രൂപയായിരിക്കും ഉണ്ടാവുക? 50ന്റെ ഒരെണ്ണം, 20ന്റെ ഒരെണ്ണം, 10ന്റെ ഒന്ന്, 5ന്റെ ഒന്ന്. 50ഉം 20ഉം 70, 70ഉം 10ഉം 80, 80ഉം 5ഉം 85. ഇനി ചങ്ങാതി കണക്കാക്കിയത് നോക്കൂ. എത്രയാണ്? 20ന്റെ 4 എണ്ണം, അതുപോലെ തന്നെ 5 രൂപയുടെ ഒരെണ്ണം. 20, 40, 60, 80, 85. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടുപേരും കണക്കാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ കണക്കാക്കാൻ കഴിയുകയാണെങ്കിൽ അതും എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്